നമസ്കാരം, സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വർഷം 100%-ലധികം റിട്ടേൺ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഈ സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനൊരു കാരണമുണ്ട്. ഈ സ്റ്റോക്കുകൾ നല്ലൊരു റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റിൽ നൽകിയിട്ടുണ്ട് എന്നതിനൊപ്പം തന്നെ ഫൈനാൻഷ്യലി നോക്കുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വരും ക്വാർട്ടേഴ്സിൽ വാച്ച് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. ഫോഴ്സ് മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഈ വർഷം 155% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ 180%-ലധികം ഒരു റിട്ടേൺ ഈ ഒരു വർഷം തന്നെ നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഫോഴ്സ് മോട്ടോഴ്സ് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ബസ്സുകൾ, അതുപോലെ തന്നെ ട്രാവലർ പോലുള്ള വണ്ടികളാണ് പ്രധാനമായിട്ടും അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. വെഹിക്കിൾ സെഗ്മെന്റിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ട്രാവലർ വെഹിക്കിൾ സെഗ്മെന്റിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാർക്കറ്റിൽ നോക്കുമ്പോൾ 65% മാർക്കറ്റ് ഷെയർ ആണ് ഈ ഒരു സ്റ്റോക്കിന് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിക്കുള്ളത്. പ്രധാനമായിട്ടും ഡെലിവറി വാൻസ്, സ്കൂൾ ബസ്സുകൾ, അതുപോലെ തന്നെ അത്തരം വാഹനങ്ങളാണ് പ്രധാനമായിട്ടും കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഓട്ടോ സെഗ്മെന്റിൽ ആംഡ് ഫോഴ്സിന് ആവശ്യമായിട്ടുള്ള വാഹനങ്ങളും നിർമ്മിച്ചു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, ആംബുലൻസുകൾ, പോലീസ് വാനുകൾ, ട്രൂപ്പ് കാരിയേഴ്സ്, ഇതൊക്കെയാണ് ഫോഴ്സ് മോട്ടോഴ്സ് പ്രധാനമായിട്ടും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിൽ വാനിലൊക്കെ തന്നെ ഒരു ലീഡിംഗ് കമ്പനി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഫോഴ്സ് മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ വാഹനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് പുറമേ തന്നെ ഇവർ എൻജിൻസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. 150,000 എൻജിനുകൾ അവർ ബെൻസ് കാറിനൊക്കെ വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. എസ് യു വി സെഗ്മെന്റിലുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻജിനുകൾ അവർ മാനുഫാക്ചർ ചെയ്ത് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ റോൾസ് റോയ്സിന് ആവശ്യമായിട്ടുള്ള എൻജിൻസും 1600 cc എൻജിൻസും സപ്ലൈ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഫോഴ്സ് മോട്ടോഴ്സും അവരുടെ തന്നെ വേറൊരു കമ്പനിയുടെ ജോയിന്റ് വെഞ്ചറും ചേർന്നിട്ടാണ് ഈ റോൾസ് റോയ്സിന് ആവശ്യമായിട്ടുള്ള എൻജിനും മാനുഫാക്ചർ ചെയ്ത് നൽകുന്നത്. ഇനി നമ്മൾ അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം അവരുടെ റവന്യൂ നോക്കുമ്പോൾ 7 വർഷത്തിന്റെ ഒരു ഇയർ ഓൺ ഇയർ വളർച്ച രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 20 ബില്യൺ രൂപയുടെ ഒരു റവന്യൂ റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുന്ന സമയത്തും 148% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിച്ച് ഈസ് ഓൾസോ ഗുഡ്. 3.5 ബില്യൺ രൂപയുടെ ഒരു പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 300 ബേസിസ് പോയിന്റിന്റെ ഒരു വർധനവ് അവരുടെ മാർജിനിലും കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 17% മാർജിൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോൾ അവരുടെ ഭാവിയിലെ ഗ്രോത്ത് പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് വാൻ മാനുഫാക്ചറിംഗ് മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ ടോപ്പ് 10 കമ്പനി ആയിട്ട് ഗ്ലോബലി തന്നെ ടോപ്പ് 10 കമ്പനികളുടെ പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ഇനിഷ്യേറ്റീവ്സ്, AI ഡ്രിവൺ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ അവർ നടപ്പിലാക്കുന്നുണ്ട്. മെഷീൻ ലേണിംഗും കാര്യങ്ങളൊക്കെ തന്നെ അവർ നടപ്പിലാക്കിക്കൊണ്ട് കൂടുതൽ ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഫോഴ്സ് മോട്ടോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. EV സെഗ്മെന്റിലും കാര്യമായിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ട്രാവലർ സ്മാർട്ട് സിറ്റി ബസ് EV ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ EV സെഗ്മെന്റിൽ ലോഞ്ച് അല്ലെങ്കിൽ ചുവട് വെക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ട്രാവലർ സെഗ്മെന്റിലാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ട്രാവലർ സെഗ്മെന്റിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലീഡ് ചെയ്യുന്ന കമ്പനിയാണ് ഫോഴ്സ് മോട്ടോഴ്സ് എന്നുള്ളത്. നമ്മൾ റോഡിലൊക്കെ കണ്ടിട്ടുണ്ടാകും, കുറെ ബസ്സുകളുടെ ഒക്കെ അടിയിൽ ഫോഴ്സ് മോട്ടോഴ്സ് എഴുതി വെച്ചത് പലരും കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രാവലർ സെഗ്മെന്റിൽ ലീഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് നമ്മൾ അതിന്റെ ഫ്യൂച്ചർ നോക്കുന്ന സമയത്തും ആ ഒരു ഗ്രോത്ത് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ട് നമുക്ക് ഫോഴ്സ് മോട്ടോഴ്സിനെ കാണാൻ സാധിക്കുന്നതാണ്. വിപണിയിൽ നോക്കുന്ന സമയത്തും ഒരു മൾട്ടി ബാഗർ റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഫോഴ്സ് മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ വാച്ച് ലിസ്റ്റിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓഹരിയായിട്ട് ഫോഴ്സ് മോട്ടോഴ്സിനെ കണക്കാക്കാം. ലുമാക്സ് ഓട്ടോ ടെക് ആണ് അടുത്തൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഈ വർഷം 137% റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ലുമാക്സ് ശരിക്കും DK ജെയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി ഓട്ടോമോട്ടീവ് കോമ്പണൻസ് ആണ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. അതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളുമാണ്, സർവീസും ആണ് അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്.
പ്രധാനമായിട്ടും EV അഗ്നോസ്റ്റിക് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ് മാനേജ് ചെയ്യുന്നത്. പാസഞ്ചർ വെഹിക്കിളിനും അതുപോലെ തന്നെ ടു വീലർ ഒപ്പം തന്നെ 3 വീലർ വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അതോടൊപ്പം കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് ആവശ്യമായിട്ടുള്ള ഓട്ടോ കോമ്പണൻസ് ആണ് കമ്പനി പ്രധാനമായിട്ടും നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഗിയർ ഷിഫ്റ്റുകൾ, സ്മാർട്ട് അക്യൂട്ടേറ്റേഴ്സ്, അതുപോലെ കൺട്രോൾ സിസ്റ്റം, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളുമാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ ഈ ഒരു FY26 6 മാസം പിന്നിട്ട സമയത്ത് 52% റവന്യൂ പ്രധാനമായിട്ടും ജനറേറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചേഴ്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം മാനുഫാക്ചർ ചെയ്തുകൊണ്ടാണ്. ആ ഒരു സെഗ്മെന്റിൽ നിന്നാണ് അവരുടെ വരുമാനം പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെയിൻ കമ്പനിയുടെ ക്ലയൻസ് നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആണ് ഏറ്റവും ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ അവരുടെ ക്ലയൻസിൽ ഏറ്റവും കൂടുതൽ റവന്യൂ നൽകിയിരിക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. ഏകദേശം ടോട്ടൽ റവന്യൂവിന്റെ 29% ലഭിച്ചിരിക്കുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ നിന്നാണ്. ബജാജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബജാജിന്റെ കയ്യിൽ നിന്നും 13% റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മാരുതി സുസുക്കി, അതോടൊപ്പം ഹ്യൂണ്ടായ് മോട്ടോഴ്സ്, ടാറ്റ പോലുള്ള മെയിൻ ആയിട്ടുള്ള ലീഡ് ചെയ്ത് നിൽക്കുന്ന ഓട്ടോ കമ്പനികളുമായിട്ടാണ് കമ്പനി ടൈപ്പ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ റവന്യൂ 37% വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11.6 ബില്യൺ രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Q2 മാത്രം സാധിച്ചിട്ടുണ്ട്. എബിഡ 45% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1.7 ബില്യൺ രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുമ്പോഴും 50% വർധനവ് ഇയർ ഓൺ ഇയർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 776 മില്യൺ രൂപയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോൾ കമ്പനിയുടെ ഒരു ഗ്രോത്തിന്റെ ഒരു എക്സ്പാൻഷൻ നോക്കുന്ന സമയത്തും ടയർ 1 നഗരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ടയർ 1 എന്നുള്ള ഒരു സെക്ടറിൽ നിന്നും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ റവന്യൂവിൽ 20% CAGR വളർച്ച കൈവരിച്ചുകൊണ്ട് 2031 ആകുമ്പോഴേക്കും 110 ബില്യൺ രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കമ്പനി നടത്തുന്നത്. FY25 അത് 36.4 ബില്യൺ രൂപയായിരുന്നു. അവിടെ നിന്നും 110 ബില്യൺ രൂപയിലേക്ക് തങ്ങളുടെ റവന്യൂ ജനറേറ്റ് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ലീൻ മൊബിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളതും കൂടി കമ്പനിയുടെ ഒരു ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗ്രീൻഫുൾ എനർജി എന്ന് പറയുന്ന കമ്പനിയുടെ 60% സ്റ്റേക്ക് ഏറ്റെടുത്തുകൊണ്ട് അടുത്തൊരു 3 മുതൽ 5 വർഷ കാലയളവിൽ കൂടുതൽ ഗ്രോത്ത് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കമ്പനി ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റവന്യൂ അടുത്തൊരു 2031 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഏകദേശം 20% CAGR വളർച്ച കൈവരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. മാത്രമല്ല എബിഡ പ്രൊജക്ഷനും അവർ പങ്കുവച്ചിട്ടുണ്ട്. FY28 ആകുമ്പോഴേക്കും 5 ബില്യൺ രൂപയിൽ നിന്നും 10 ബില്യൺ രൂപയാക്കിയിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സോ കൂടുതൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഗ്രോത്ത് നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കും അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോളോ മൈക്രോസിസ്റ്റം ആണ്. അപ്പോളോ മൈക്രോസിസ്റ്റം പ്രധാനമായിട്ടും ഡിഫൻസ് ഒപ്പം തന്നെ എയ്റോസ്പേസ് സെക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള സർവീസുകളും കാര്യങ്ങളുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കമ്പനി DRDO അവതരിപ്പിച്ചിട്ടുള്ള ഇൻഡിജീനിയസ് മിസൈൽ പ്രോഗ്രാമിന്റെ ഒരു ഹയസ്റ്റ് പാർട്ടാവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. പ്രധാനമായിട്ടും നാവൽ മൈൻസ്, റോക്കറ്റുകൾ, അമ്യൂണിഷൻ, ഏരിയൽ സിസ്റ്റംസ്, ഫ്യൂസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കമ്പനി പ്രധാനമായിട്ടും മാനുഫാക്ചർ ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ 40% വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. രണ്ടാം പാദത്തിൽ 2.3 ബില്യൺ രൂപയുടെ റവന്യൂ ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് റവന്യൂ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിരിക്കുന്നത്. മാർജിൻ 630 ബേസിസ് പോയിന്റ് വർദ്ധിച്ചിട്ടുണ്ട്. 26.3% റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 91% വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് FY26 45 മുതൽ 50% CAGR വളർച്ച റവന്യൂവിൽ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. FY27 സെയിം പേസിൽ തന്നെ ഒരു വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കമ്പനി നടത്തുന്നുണ്ട്. മാത്രമല്ല
7.8 ബില്യൺ രൂപയുടെ ഓർഡർ ബുക്ക് നിലവിൽ കമ്പനിക്കുണ്ട്, വിച്ച് ഇസ് ആൾസോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു സ്റ്റോക്ക് കൂടിയാണ് അപ്പോളോ സിസ്റ്റംസ്. ഏഥർ എനർജീസ് ആണ് അടുത്ത സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കും ഈ വർഷം 124% ഒരു റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ലിസ്റ്റിംഗ് ഈ വർഷം തന്നെ നടന്നൊരു സ്റ്റോക്കാണ്. മെയ് 6 ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ ലിസ്റ്റ് ചെയ്തതിന് ശേഷം 124% റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചൊരു കമ്പനിയാണിത്. ഈ ഒരു കമ്പനി പ്യുവർ ആയിട്ടും ഈ ടൂ വീലർ വാഹനങ്ങളാണ് നിർമ്മിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കമ്പനിയാണ് ഏഥർ എനർജി എന്ന് പറയുന്നത്. കമ്പനിയെ സംബന്ധിച്ച് EV സെഗ്മെന്റിൽ ലീഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിലും ഗുജറാത്തിലും ഒക്കെ ആയിട്ട് മാർക്കറ്റ് ലീഡറായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഏഥർ എനർജിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫാക്ടർ. മാത്രമല്ല ഇനി കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ടൂ വീലർ കോമ്പണൻസ് മെജോറിറ്റിയും 99% കോമ്പണൻസും ഡൊമസ്റ്റിക്കലി തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതും ഒരു പോസിറ്റീവായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തമിഴ്നാട്ടിലാണ് ഇവരുടെ ഒരു മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് തമിഴ്നാട്ടിലാണ്. ഏകദേശം 4,20,000 ഈ ടൂ വീലർ നിർമ്മിക്കുന്നതിനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. അതും പോസിറ്റീവായിട്ട് നമുക്ക് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ നോക്കുന്ന സമയത്ത് 64% ഒരു വർധനവ് റവന്യൂവിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ സാധിച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വോളിയം വളരെയധികം കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 78% വോളിയം വളർച്ച നമുക്ക് ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനത്തിൽ ബിസിനസ്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. 1,11,673 യൂണിറ്റുകളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ മൊത്തം റവന്യൂവിന്റെ 12% നോൺ വെഹിക്കിൾ സെഗ്മെന്റിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. എബിഡ മാർജിൻ -25% നിന്നും +12% വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോസ് മേക്കിംഗ് കമ്പനി ആയിരുന്ന കമ്പനിക്ക് ലോസ് കുറച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 3.3 ബില്യൺ രൂപയിലേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 3.8 ബില്യൺ ആയിരുന്നു ഇതിന് മുൻപ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നെറ്റ് ലോസ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് വരും ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ ഇത് കൂടുതൽ ബെറ്റർ ആകുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എബിഡ നോക്കുമ്പോൾ എബിഡ ലോസ് അത് കുറെ കൂടെ കുറച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ഇത് കൂടുതൽ ഇംപ്രൂവ് ആകുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻസും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ EL പ്ലാറ്റ്ഫോം നെക്സ്റ്റ് ഇയർ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏഥർ എനർജി ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ FY26 കുറെ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് കമ്പനി പങ്കുവെക്കുന്നതിനാൽ വാച്ച് ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അവസാനമായിട്ട് ആക്സിസ് കേജ് ടെക്നോളജീസ് ആണ്. ഈ ഒരു സ്റ്റോക്ക് 122% ഒരു റിട്ടേൺ ഈ ഒരു വർഷം നൽകിയിട്ടുണ്ട്. കമ്പനിയും എയറോസ്പേസ്, ഡിഫൻസ് എന്നീ മേഖലകളിലാണ് സർവീസുകളും കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിൽ ഇവരുടെ ഫൈനാൻഷ്യൽ പ്രകടനം നോക്കുന്ന സമയത്തും കമ്പനിയെ സംബന്ധിച്ച് റവന്യൂവിൽ 13% ഇയർ-ഓൺ-ഇയർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മാർജിനും 310 ബേസിസ് പോയിന്റോളം വർദ്ധിച്ചതായിട്ട് കാണാം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 89% വർധനവാണ് ഈ ഒരു ക്വാർട്ടറിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. അതും ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കമ്പനിയെ സംബന്ധിച്ചും FY30ലേക്കും FY28ലേക്കും ഒക്കെ കുറെ കൂടെ പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രോത്ത് എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ആണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് 40% ഇയർ-ഓൺ-ഇയർ വളർച്ചയാണ് അവരുടെ മൊത്തം ബിസിനസ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. 2027 ആകുമ്പോഴേക്കും 70% വളർച്ച ഉണ്ടാകണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പുതിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ അവർ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കമ്പനിക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഇലക്ട്രോണിക് സെമി കണ്ടക്ടേഴ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ടും കൂടിയും അവർ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനാൽ തന്നെ FY26ലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ 2026ലേക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ കൂടെ കൺസിഡർ ചെയ്യാം. സോ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത്. ഈ വർഷം ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത്.
അവരുടെ ബിസിനസ്സിൻ്റെ മോഡലിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതൊരിക്കലും റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. നിങ്ങൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കുക. കാരണം ഇത്തരം സ്റ്റോക്കുകളൊക്കെ ബിസിനസ് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാൻ മാത്രമാണ് നമുക്ക് പറ്റുകയുള്ളൂ. ഇതൊരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സ്വീകരിക്കുക. Yeah.